ഹലോ ഡിയേഴ്സ്, കപ്രേക്കർ കോൺസ്റ്റൻസ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള കപ്രേക്കറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ കപ്രേക്കർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആ നമ്പർ എന്ന് പറയുന്നത് 6174 ആണ്. എന്താണ് ഈ നമ്പറിന്റെ ഒരു പ്രത്യേകത? നിങ്ങളിൽ പലർക്കും ഈ നമ്പർ ഇതുവരെ എന്താണെന്ന് അറിയണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കപ്രേക്കർ കോൺസ്റ്റന്റ് എന്താണെന്ന് കേൾക്കുന്നത് തന്നെ, അല്ലെ? അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് കപ്രേക്കർ കോൺസ്റ്റന്റ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, 6174 ഈ ഒരു നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ് നമ്പർ എടുക്കുക, ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ഡിജിറ്റ് എങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവണം കേട്ടോ. അങ്ങനത്തെ ഒരു 4 ഡിജിറ്റ് നമ്പർ എടുത്തോ. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 3, 4, 5, 6 എടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ആ നമ്പറിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതി എങ്ങനെയാ? 3, 4, 5, 6 അസെൻഡിങ് ഓർഡർ തന്നെയാണുള്ളത്, അല്ലേ? ഇനി ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എങ്ങനെയാ? 6, 5, 4, 3. ഇനി എന്ത് ചെയ്യുക? വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക. 6, 5, 4, 3 എന്ന്. ഓക്കെ, ആദ്യം മേലെ എങ്ങനെ എഴുതിക്കോ? 6, 4. ആദ്യം ഡിസെൻഡിങ് എഴുതുക. 6, 5, 4, 3. താഴെ അസെൻഡിങ് എഴുതുക. 3, 4, 5, 6. സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? 6, 3, 13, 4, 3, 7. 6, 3, 14, 8, 0, 3. അല്ലേ? 7, 6, 13 ബാക്കി 1, 7, 8, 5. 7, 6, 13 ബാക്കി 1, 7, 8, 9, 5, 14, 4 ബാക്കി 1, 4, 5, 3, 6. ഓക്കെ, ഇപ്പോൾ 3087 കിട്ടി. ആ 3087 നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതുക. ആദ്യം ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. 8, 7, 3, 0, അല്ലേ? 8, 7, 3, 0. പിന്നെ നേരെ തിരിച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതിയാലോ? 0, 3, 7, 8. സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്താൽ 8, 3, 2, 8, 3, 13, 5, 4, 3, 3, 4, 3, 7, 3, 8. യെസ്, 8352. ആ 8352 നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ എഴുതുക. 8352 മക്കൾ എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതുക. ആദ്യം ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്താ വരിക? 8, 5, 3, 2. ഇനി അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ 2, 3, 5, 8. സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും? സബ്ട്രാക്ട് ചെയ്താൽ 4, 7, 1, 6. 6174 കിട്ടിയാണ്ടോ? 6174. അതായത് നമ്മൾ ഏതൊരു 4 ഡിജിറ്റ് നമ്പർ എടുത്താലും അറ്റ്ലീസ്റ്റ് 2 നമ്പറെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടാവണേ. അങ്ങനത്തെ അതെല്ലാ നമ്പറും സെയിം ആവരുത്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു 2 നമ്പറെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടാവണം. അങ്ങനത്തെ ഒരു 4 ഡിജിറ്റ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ അസെൻഡിങ്ങും ഡിസെൻഡിങ് ഓർഡറിലും എഴുതിയിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 7 സ്റ്റെപ്പിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് 6174 വന്നിരിക്കും. 6174 ഉറപ്പായിട്ടും വന്നിരിക്കും. നിങ്ങൾ വേറെ ഏത് നമ്പർ എടുത്താലും ഇത് തന്നെ കിട്ടും. ഇത് തന്നെ അവസ്ഥ കിട്ടും. വേറെ എക്സാമ്പിൾ നോക്കാം. 5638. ഓക്കെ, അതിന് നമുക്ക് ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. 8, 6, 5, 3. ഇനി അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 3, 5, 6, 8. 3, 5, 6, 8. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? 8, 5, 13, 7, 15, 5, 3, 8, 6, 0, 5, അല്ലേ? 8, 5, 13 ബാക്കി 1, 8, 9, 6, 5, ബാക്കി 1, 5, 6, 3, 5, 3, 8. ഓക്കെ, 5085. അതിനെ വീണ്ടും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. 8, 5, 5, 0. തിരിച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ 0, 5, 5, 8. നേരെ നോക്കിക്കഴിഞ്ഞാൽ 2 വരും. പിന്നെ 6 എത്ര? എന്തായാലും 9 വരും. 6 എത്ര? 15. വീണ്ടും 9 വരും. 7, അല്ലേ? 8, 2, 10 ബാക്കി 1, 9, 15, 15 ബാക്കി 1, 9, 15, 15 ബാക്കി 1, 7, 8. യെസ്, അതിനെ വീണ്ടും 7992, അല്ലേ? അതിനെ വീണ്ടും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. 9972. അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ 2799. സബ്ട്രാക്ട് ചെയ്താൽ 9, 3, 12, 3, 10 എത്ര? 10 എത്ര? 17, 7 ബാക്കി 1, 8 എത്ര? 9, 1, 7, 9, 3, 12, 2 ബാക്കി 1, 7 ബാക്കി 1, 9, 7. യെസ്, 7173. ഇനി ആ 7173 മക്കൾ എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ആദ്യം ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്താ വരിക? 7731. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതിയാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ 1377. ഓക്കെ, നേരെ സബ്ട്രാക്ട് ചെയ്താൽ 7, 3, 11, 4, 8, 3, 13, 5, 4, 3, 7, 3, 6354. നമുക്ക് കിട്ടേണ്ടത് 6174. അപ്പോൾ 6354 വീണ്ടും ഇത് ചെയ്ത് ശരിയല്ലേ?
74 11 ബാക്കി 1 7 8 5 13 ബാക്കി 1 367 67. ഓക്കെ, അതിനെ വീണ്ടും ഫസ്റ്റിംഗ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. ഓക്കെ, 6354 എന്ന് പറയുമ്പോൾ 6543 3456. ഓക്കെ, അത് നമ്മളിവിടെ ചെയ്തതല്ലേ, 3456 നമ്മളിവിടെ ചെയ്തതല്ലേ, ഇതിങ്ങനെ ചെയ്ത് 3456 നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തല്ലോ. ഓക്കെ, അല്ല സബ്ട്രാക്ട് ചെയ്യണല്ലോ, സോറി സബ്ട്രാക്ട് ചെയ്യണല്ലോ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 13 43 7, ദെൻ 6 14 8 0 3 3087 അല്ലേ, 7 13 ബാക്കി 1 9 5 14 ബാക്കി 1 45 3087. യെസ്, 3087 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 3087 ആണ് അടുത്തത് 3087 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്താൽ 8352 കിട്ടും. 8352 ചെയ്താൽ 6174 കിട്ടും. സിമ്പിളായിട്ട് ആൻസർ ആയി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ മക്കളെ? എനി ഡൗട്ട്സ്? അപ്പോൾ ലിറ്ററലി നമ്മൾ ഏതൊരു 4 ഡിജിറ്റ് നമ്പർ എടുത്താലും അതിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ആക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്ത് ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എന്ത് കിട്ടും, 6174 കിട്ടും. ചിലപ്പോൾ ആ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പറിനെ വീണ്ടും ഇതേപോലെ തന്നെ എഴുതി വന്നാൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഒരു 7 സ്റ്റെപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും അതിനുള്ളിൽ 6174 വന്നിരിക്കും. അതാണ് ഈ നമ്പറിന്റെ പ്രത്യേകത. സോ ദിസ് നമ്പർ ഈസ് നോൺ ആസ് കപ്രേക്കർ കോൺസ്റ്റന്റ്. ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്, പേരെന്ന് പറയുന്നത് PR കപ്രേക്കർ ആണ്. ശ്രദ്ധിക്കുക, PR കപ്രേക്കർ ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. അയാളുടെ ജനനവും മരണവും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ മക്കളെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ എക്സ്ട്രാ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മളെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് നമുക്ക് +1 +2 നമുക്കറിയാം. +2 കഴിഞ്ഞാലാണ് നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോവുക. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ വരുന്ന സമയത്ത് കേരളത്തിലെ കുട്ടികൾ പലരും ഭയങ്കരമായിട്ട് പുറകിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാവാറുള്ളത് അല്ലേ. പിന്നെ സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി പറയേണ്ട CBSE-നേക്കാളൊക്കെ എത്രയോ പുറകിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓൾ ഓവർ ഇന്ത്യ എടുക്കുമ്പോൾ കേരളം ബാക്കിലോട്ട് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ കുട്ടികൾ ഒരു 6th സ്റ്റാൻഡേർഡ് മുതലൊക്കെ എൻട്രൻസിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളാകെ +1 +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതിന് പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ +1 +2 മാത്രം പോയിട്ട് കിട്ടുന്നവരുണ്ട്, റാങ്ക് കിട്ടുന്നവരുണ്ട്, ഇല്ലാന്നല്ല. +2 കഴിഞ്ഞിട്ട് റാങ്ക് കിട്ടുന്നവരുണ്ട്, ഇല്ലാന്നല്ല. ഒരേ ഐക്യമുള്ള കുട്ടി, ഒരേ ഹാർഡ് വർക്ക് ചെയ്യുന്ന 2 കുട്ടികൾ നിങ്ങൾ എടുക്കുക. ആ 2 കുട്ടികൾ, ഒരു കുട്ടി +2 കഴിഞ്ഞിട്ടാണ് കോച്ചിങ്ങിന് പോകുന്നത്, +2 കഴിഞ്ഞിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. മറ്റേ കുട്ടി ഒരു 7th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 10th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ കിട്ടാൻ ആർക്കാ ചാൻസ് കൂടുതൽ? നേരത്തെ പഠിച്ചു തുടങ്ങുന്ന കുട്ടിക്ക്. അത്രയുള്ള സംഭവം. സോ അതുകൊണ്ട് തന്നെ സൈലവും ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനേഷൻ നാളെ എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ക്ലാസ് ടോപ്പർ ആയിരിക്കാം, നിങ്ങളുടെ സ്കൂൾ ടോപ്പർ ആയിരിക്കാം, പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനേഷൻ നിങ്ങൾ ലക്ഷങ്ങൾ ആളുകളുടെ ബാക്കിലായി പോകും. അപ്പോൾ അങ്ങനെ ആയി പോവാതിരിക്കാൻ ചെറിയ ക്ലാസ് മുതലേ നിങ്ങളെ എൻട്രൻസിന് ആവശ്യമായിട്ടുള്ള അതൊരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫൗണ്ടേഷനും നൽകിയിട്ട് നിങ്ങളെ ബെറ്റർ ആക്കി ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് വരുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റുന്ന ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. സോ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും മക്കൾ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും അതൊരു അസെറ്റ് തന്നെയായിരിക്കും. ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഓവർലോഡ് ആവുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സിലബസിൻ്റെ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓൾറെഡി ഉള്ള സിലബസ് അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, അതിലെല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്യും. എന്നാൽ അതിൽ തന്നെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങളെ പഠിപ്പിച്ച് ഒരു പ്രീമിയം ലെവലിലേക്ക് ഒരു പ്രീമിയം ബാച്ച് ഓഫ് കുട്ടികളെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനേഷൻ വരുന്ന സമയത്ത് ഓൾ ഓവർ ഇന്ത്യ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്ത്, കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരുപാട് കുട്ടികൾ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഫാൽക്കൺ ബാച്ച് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ മക്കളും ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ മക്കളെ, ബൈ.